റിവാലുവേഷന് കൊടുത്തു കഴിഞ്ഞാൽ മാർക്ക് കുറയോ എന്ന് സംശയമുള്ള ഒരുപാട് മക്കളുണ്ട് അല്ലേ? ആ ഒരു സംശയം തീർത്തരാൻ വേണ്ടിയിട്ടാണ് ഷെമീം സാർ വന്നിട്ടുള്ളത്. ഈ ഒരു വീഡിയോ മാക്സിമം ഫ്രണ്ട്സിന് എല്ലാവരും ഷെയർ ചെയ്ത് കൊടുത്തോളൂ. ഈ വീഡിയോ നിങ്ങൾ SSLC ചാനലാണ് കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും നമ്മുടെ +1 ചാനൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. കാരണം ഇതുപോലെയുള്ള ഇൻഫോർമേഷൻസും കാര്യങ്ങളൊക്കെ ഇനി ആ ചാനലിലൂടെ ആയിരിക്കും നിങ്ങൾക്ക് നൽകുന്നുണ്ടാവുക. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, +1 കൊമേഴ്സിൻ്റെയോ സയൻസിൻ്റെയോ ചാനൽ എന്ത് ചെയ്യുക, ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക, ബെല്ലൈക്കൺ എനേബിൾ ആക്കി വെക്കുക. ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരാം. റിവാലുവേഷന് കൊടുത്തു കഴിഞ്ഞാൽ മാർക്ക് കുറയോ എന്നുള്ളത് അല്ലേ? പലർക്കും ഇപ്പോൾ പേടിയാണ് റിവാലുവേഷന് കൊടുക്കാൻ. അതായത് ചില ന്യൂസ് ഇങ്ങനെ എയറിലുണ്ട്, അതായത് റിവാലുവേഷന് കൊടുത്തു കഴിഞ്ഞാൽ മാർക്ക് കുറയും, ആ രീതിയിലുള്ള വാർത്തകൾ എന്ത് ചെയ്യുന്നുണ്ട്, പ്രചരിക്കപ്പെടുന്നുണ്ട്. അപ്പോൾ മക്കളെ, ഒരു ടെൻഷനും അടിക്കണ്ട. റിവാലുവേഷന് കൊടുത്തു കഴിഞ്ഞാൽ ഒരു മാർക്കും കുറയാൻ വേണ്ടി പോകുന്നില്ല. ഓക്കെ, ആരുടെ മാർക്കും കുറയാൻ വേണ്ടി പോകുന്നില്ല. നിങ്ങളുടെ SSLCക്ക് നിങ്ങളുടെ റിസൾട്ട് എത്രയാണോ അതേ റിസൾട്ട് അല്ലെങ്കിൽ അതിനേക്കാൾ കൂടുതൽ നല്ല റാങ്ക് ആയിരിക്കും നിങ്ങൾക്ക് റിവാലുവേഷന് ശേഷം ഉണ്ടാവുക. അതായത് ഒരിക്കലും അതിൽ നിന്നും കുറയില്ല. അതായത് B+ കിട്ടിയ ഒരു കുട്ടി റിവാലുവേഷൻ അപ്ലൈ ചെയ്തു, ഒന്നെങ്കിൽ അതെന്താവും, A ആവും, അല്ലെങ്കിൽ A+ ആവും, അല്ലെങ്കിൽ B+ ആയി തന്നെ തുടരും. അല്ലാതെ അത് ഒരിക്കലും Bയിലേക്കോ അല്ലെങ്കിൽ C+ലേക്കോ Cയിലേക്കോ ഒരിക്കലും ചേഞ്ച് ആവില്ല. ആ ഒരു ടെൻഷനും വേണ്ട. അപ്പോൾ ഈ ഒരു പേടി കാരണം റിവാലുവേഷൻ ആരും അപ്ലൈ ചെയ്യാതിരിക്കരുത്. ഓക്കെ, ധൈര്യമായിട്ട് തന്നെ എല്ലാവരും റിവാലുവേഷൻ അപ്ലൈ ചെയ്തോളൂ. നമുക്ക് നല്ല മാർക്ക് തന്നെ കിട്ടട്ടെ. നല്ല മാർക്ക് ഉണ്ടെങ്കിലേ +1 നല്ല സ്കൂളിൽ നമുക്ക് അഡ്മിഷൻ കിട്ടുള്ളൂ. അതൊരു വാസ്തവല്ലേ? യെസ്, അത് നമ്മളൊന്ന് അപ്ലൈ ചെയ്തു, ഒരു 400 രൂപ അല്ലേ, അത് ചിലവാണ്. പക്ഷേ ആ 400 രൂപയ്ക്ക് ചിലപ്പോൾ ഒരുപാട് രൂപയുടെ മൂല്യം ഉണ്ടാവും. അതായത് നമ്മുടെ ക്ലാസ്, നമ്മൾ +1 ഏത് സബ്ജക്റ്റ് ചൂസ് ചെയ്യുന്നു എന്നൊക്കെ തീരുമാനിക്കും ചിലപ്പോൾ ഈ ഒരു 400 രൂപയായിരിക്കാം. തീർച്ചയായിട്ടും A+ന് അതിൻ്റേതായിട്ടുള്ള വാല്യൂ ഉണ്ട് മക്കളെ. ഫുൾ A+ കിട്ടിയിട്ടും കാര്യമില്ല എന്ന് പറയുന്നത് അതുകൊണ്ടല്ല, അത് വേറെ റീസൺ. എന്തായാലും നല്ല മാർക്ക് ഉണ്ടെങ്കിൽ നല്ല സ്കൂളിൽ നമുക്ക് ധൈര്യമായിട്ട് അപ്ലൈ ചെയ്യാം. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഉറപ്പുള്ള സബ്ജക്റ്റുകൾ അല്ലെങ്കിൽ ഒരു സംശയമുള്ള സബ്ജക്റ്റുകളൊക്കെ നിങ്ങൾ റിവാലുവേഷന് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്യുക. എന്നിട്ട് നല്ല മാർക്കിലേക്ക് മാറുക, നല്ല സ്കൂളിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടും. പിന്നെ റിവാലുവേഷൻ അപ്ലൈ ചെയ്യാനുള്ള ഡേറ്റും കാര്യങ്ങളൊക്കെ ഓൾറെഡി നിങ്ങൾ അറിഞ്ഞിട്ടുണ്ടാവും. ഓക്കെ, റിവാലുവേഷൻ അപ്ലൈ ചെയ്യുന്ന ഡേറ്റ് എന്ന് പറഞ്ഞാൽ 17-ാം തീയതി വൈകുന്നേരം 4 മണി വരെയാണ്. ഈ ഒരു സൈറ്റിലൂടെയാണ് എന്ത് ചെയ്യുന്നത്, റിവാലുവേഷൻ അപ്ലൈ ചെയ്യേണ്ടത്. SSLC റിവാലുവേഷൻ മാർച്ച് 2025 എന്ന് പറയുന്ന ഒരു ലിങ്കിൽ ക്ലിക്ക് ചെയ്യാം. ഓൾറെഡി ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. അതിൽ ന്യൂ ആപ്ലിക്കേഷൻ കൊടുക്കുക, എന്നിട്ട് നിങ്ങളുടെ രജിസ്റ്റർ നമ്പറും ഡേറ്റ് ഓഫ് ബർത്തും കൊടുക്കുന്നു, ഓക്കെ കൊടുക്കുന്നു, നിങ്ങളുടെ പേരും കാര്യങ്ങളൊക്കെ ഓൾറെഡി അവിടെ വരും. പിന്നെ ഏതിലൊക്കെയാണ് റിവാലുവേഷനും ഫോട്ടോ കോപ്പിയും സ്ക്രൂട്ടണിയും കൊടുക്കേണ്ടത് നിങ്ങൾ ചൂസ് ചെയ്യുന്നു. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, IT റിവാലുവേഷനോ ഫോട്ടോ കോപ്പിയോ സ്ക്രൂട്ടണിയോ ഒന്നും അവൈലബിൾ അല്ല. No need to apply for scrutiny of a paper if applying for revaluation. റിവാലുവേഷൻ അപ്ലൈ ചെയ്യുന്ന ഒരു പേപ്പറിന് സ്ക്രൂട്ടണിക്ക് അപേക്ഷിക്കേണ്ടതില്ല. പിന്നെ ഫീസ് എന്ന് പറയുന്നത് റിവാലുവേഷന് 400-ഉം ഫോട്ടോ കോപ്പിക്ക് 200-ഉം സ്ക്രൂട്ടണിക്ക് 50 രൂപയുമാണ്. പിന്നെ പ്രിൻ്റ് ഔട്ട് ഓഫ് ദി ആപ്ലിക്കേഷൻ അലോങ് വിത്ത് ദി ഫീ ഷുഡ് ബി സബ്മിറ്റഡ് ടു ഹെഡ് മാസ്റ്റർ ഓഫ് ദി എക്സാമിനേഷൻ സെൻറ്റർ വെയർ ദി കാൻഡിഡേറ്റ് അപ്പിയർഡ് ഫോർ എക്സാം. നിങ്ങൾ ഏത് സെൻറ്ററിലാണോ എക്സാം എഴുതിയത് അവിടുത്തെ ഹെഡ് മാസ്റ്ററിന് മുമ്പിലാണ് നിങ്ങൾ ഇതിൻ്റെ പ്രിൻ്റ് ഔട്ടും അതുപോലെ തന്നെ ഫീസും കൊണ്ടുപോയി കൊടുക്കേണ്ടത്. ഓൺലൈനിൽ ഫീസ് അടക്കാനുള്ള ഒരു പ്രൊവിഷൻ ഇല്ല. ഓൺലി ഫീ പെയ്ഡ് ആൻഡ് HM കൺഫേംഡ് ആപ്ലിക്കേഷൻ വിൽ ബി കൺസിഡേർഡ് ഫോർ റിവാലുവേഷൻ ഫോട്ടോ കോപ്പി സ്ക്രൂട്ടണി. നമ്മൾ ഫീസ് കൊടുത്താലും കാര്യമില്ല, HM അതെന്ത് ചെയ്യണം, കൺഫേം ചെയ്യണം. ഫീസും കൊടുക്കണം, HM അത് കൺഫേമും ചെയ്താലേ നമ്മുടെ ഹെഡ് മാസ്റ്റർ, നമ്മുടെ പരീക്ഷാ സെൻറ്ററിലെ ഹെഡ് മാസ്റ്റർ അത് കൺഫേമും ചെയ്താലേ റിവാലുവേഷൻ കൊടുത്തു എന്ന് പറയാൻ വേണ്ടി പറ്റുള്ളൂ. അപ്പോൾ തീർച്ചയായിട്ടും HMൻ്റെ കയ്യിൽ നിങ്ങൾ ഏൽപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും അത് കൺഫേം ചെയ്യും മക്കളെ. ഓക്കെ, അപ്പോൾ ഈ ഒരു പേടി ഉള്ളത് കൊണ്ട്, അതായത് മാർക്ക് കുറയും എന്നുള്ള പേടി ഉള്ളത് കൊണ്ട് ആരും റിവാലുവേഷൻ കൊടുക്കാതിരിക്കരുത്. ഒരിക്കലും നിങ്ങളുടെ മാർക്ക് കുറയാൻ വേണ്ടി പോകുന്നില്ല. അപ്പോൾ ഈ ഒരു മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. എല്ലാവരും ചെറിയ ചാൻസസ് ആണെങ്കിൽ പോലും, മാർക്ക് കൂടാൻ ചെറിയ ചാൻസ് ആണെങ്കിൽ പോലും നിങ്ങൾ എന്ത് ചെയ്യണം, ചാൻസ് എടുക്കണം. റിവാലുവേഷന് മാർക്ക് നിങ്ങൾക്ക് കൂടുക തന്നെ ചെയ്യും. പ്രത്യേകിച്ച് ഹിന്ദിക്കൊക്കെ കൂടാൻ വളരെയധികം ചാൻസ് ഉണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഈ ഒരു മാക്സിമം ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. അതുവരെ ടാറ്റ, ബൈ ബൈ.